UAE ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധന വില സംബന്ധിച്ച പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ആഗോള ഊർജ വിപണിയിലെ മാറ്റങ്ങൾക്കനുസൃതമായി 2026 ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള വിലയാണ് UAE വില നിർണയ സമിതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ നിരക്കുകൾ അനുസരിച്ച് സൂപ്പർ 98 പെട്രോളിന് 3 ദിർഹം 60 ഫിൽസ് ആണ്. ജൂലൈയിൽ ഇത് 3 ദിർഹം 40 ഫിൽസ് ആയിരുന്നു. സ്പെഷ്യൽ 95ന് 3 ദിർഹം 49 ഫിൽസ് ആണ്. ജൂലൈയിൽ ഇത് 3.29 ആയിരുന്നു. E+ന് 3 ദിർഹം 41 ഫിൽസ് ആണ്. ഡീസലിന് 3.80 ആണ്. ജൂലൈയിൽ ഇത് 3.60 ആയിരുന്നു. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 ശനിയാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അബുദാബിയിൽ നിലവിൽ വന്ന പുതിയൊരു നിബന്ധനയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അബുദാബിയിൽ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ജനങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ പതിയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ജങ്ക് ഫുഡുകൾക്കും മധുരപാനീയങ്ങളും പ്രദർശിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ട് അബുദാബി ഭരണകൂടം പുതിയൊരു നയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2027 ജനുവരി 1 മുതൽ നിർബന്ധമാക്കുകയാണ്. ഹെൽത്തി ലിവിംഗ് വിഭാഗവും അബുദാബി രജിസ്ട്രേഷൻ അതോറിറ്റിയും സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിബന്ധന കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് കടകളുടെ പ്രവേശന കവാടങ്ങൾ, ബില്ലിംഗ് കൗണ്ടറുകൾ, പ്രധാന നടപ്പാതകളുടെ അറ്റങ്ങൾ എന്നിവിടങ്ങളിൽ ഈ കൊഴുപ്പും ഉപ്പും പഞ്ചസാരയും ഒക്കെ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം കൃത്യമായി പറയുന്നത്. ഈ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അതേസമയം നിരോധിച്ചിട്ടില്ല. നമുക്ക് ആവശ്യമെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ സാധാരണ റാക്കുകളിൽ നിന്ന് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ആളുകൾ കാണുന്ന മാത്രയിൽ വാങ്ങിപ്പോകുന്ന രീതിയിൽ, അതായത് ഈ ഇമ്പൾസ് പർച്ചേസിംഗ് എന്ന് കേട്ടിട്ടില്ലേ, അത് കുറയ്ക്കാനാണ് നടപടി. പ്രമുഖ റീറ്റെയിൽമാരുടെ സഹകരണം ഇതിനുണ്ട്. അബുദാബിയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ കാരിഫോറിന്റെ തങ്ങളുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അബുദാബി പ്രഖ്യാപിച്ച ഈ പുതിയ ക്രമീകരണം ഇതിനകം തന്നെ നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകളുടെ ഭക്ഷണ സ്വാതന്ത്ര്യം തടയുകയല്ല, മറിച്ച് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികൾ തിരഞ്ഞെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സത്യത്തിൽ ഈ നയത്തിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ദുബായ് എമിറേറ്റിലെ അഭൂതപൂർവമായ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ് തികച്ച ലോക്കലിൽ ഇനി പറയാനുള്ളത്. ദുബായിലെ സ്ഥിര താമസക്കാരായിട്ടുള്ള ജനങ്ങളുടെ എണ്ണം 45.8 ലക്ഷമായി ഉയർന്നതായി ഡിജിറ്റൽ ദുബായ് പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നുണ്ട്. 2024 അവസാനം 42.48 ലക്ഷമായിരുന്ന ജനസംഖ്യ 3.32 ലക്ഷത്തോളമാണ് 2025 അവസാനിക്കുമ്പോഴേക്കും കൂടിയത്. 7.5% വാർഷിക വളർച്ചയാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ദുബായ് എമിറേറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ മറ്റ് എമിറേറ്റുകളിൽ നിന്നും പുറത്തുനിന്ന് ജോലിക്കായും സന്ദർശനത്തിനുമായും ദിവസം 18.12 ലക്ഷത്തിലധികം ആളുകൾ ദുബായിൽ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. പകൽ സമയത്ത് ദുബായിലെ ശരാശരി ജനസംഖ്യ 63.92 ലക്ഷമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. വനിതകളുടെ എണ്ണം 14.42 ലക്ഷമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ദുബായ് എമിറേറ്റിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ 1889 വെറും 12,000 പേരുണ്ടായിരുന്നിടത്താണ് 144 വർഷത്തിനിടെ ജനസംഖ്യ 380 മടങ്ങായി വർദ്ധിച്ചത്. വലിയ രീതിയിലുള്ള അഭൂതപൂർവമായ വർധനയാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ദുബായ് എമിറേറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് UAEയിൽ ഇന്നത്തെ മഴ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകൾ കൂടി നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട്. UAEയിൽ അതികഠിനമായിട്ടുള്ള ചൂടും കാര്യങ്ങളും ഒക്കെ തുടരുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും തുറസായ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. തീരദേശ മേഖലയിൽ രാത്രികാലങ്ങളിൽ ഈർപ്പം ഹ്യൂമിഡിറ്റി 85% വരെ ഉയരാനും സാധ്യതയുണ്ട്. അപ്പൊ അക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള അറിയിപ്പാണ് മഴ മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്.